നമസ്കാരം. ഒരിക്കൽ പോലും ബി.ജെ.പിയുടെ വിജയക്കൊടി പാറാത്തൊരു സംസ്ഥാനമാണ് തെലങ്കാന. ആ സംസ്ഥാനം നിലവിൽ വന്നിട്ട് ബി.ജെ.പിക്ക് ഒരിക്കൽ പോലും അവിടെ അധികാരത്തിലെത്താനും സാധിച്ചിട്ടില്ല. തൊട്ടപ്പുറമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ബി.ജെ.പി തകർത്താടുമ്പോൾ സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി ബി.ജെ.പിക്ക് ഇപ്പോൾ ചെക്ക് വെച്ച് മോദിയെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ അങ്ങനെ ആദ്യ ചരിത്രം കുറിച്ചിരിക്കുകയാണ് തെലങ്കാനയിലെ കോൺഗ്രസും അതോടൊപ്പം തന്നെ അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡി. ഇത് ബി.ജെ.പിയുടെ നെറുകന്തല നോക്കിയുള്ള ഒരു അടിയാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ബി.ജെ.പി ഒരിക്കലും അവിടെ നടക്കരുതെന്ന് കരുതിക്കൊണ്ട് ചില കരുനീക്കങ്ങളൊക്കെ നടത്തുമ്പോൾ അതേ നാണയത്തിൽ തന്നെ ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഇപ്പോൾ കേന്ദ്രത്തെ വലിയ രീതിയിൽ തന്നെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. അതായത് കഴിച്ചിട്ടങ്ങ് ഇറക്കാനും വയ്യാതാനും എന്നാലോ മധുരിച്ചിട്ട് തുപ്പാനും സാധിക്കില്ല. അങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് ഇപ്പോൾ രേവന്ത് റെഡ്ഡി മോദിയെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. വഖഫ് ബില്ല് പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വന്നപ്പോഴാകട്ടെ രാഹുൽ ഗാന്ധി ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യയിൽ രാഹുലിനെ അത് പ്രതികൂട്ടിലാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് പ്രതിപക്ഷത്തെ പൂട്ടിക്കെട്ടാൻ ബി.ജെ.പി അതൊരു പ്രചരണ ആയുധമാക്കി തന്നെ മാറ്റുകയും ചെയ്തത്. അക്ഷരാർത്ഥത്തിൽ ബി.ജെ.പി രാഹുൽ ഗാന്ധിയെ വഖഫിൽ പെടുത്തുകയാണ് ഉണ്ടായത്. എന്നാൽ അതേ നാണയത്തിൽ തന്നെ പെടുത്താനുള്ള ഒരു മറുമരുന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പച്ചക്കൊടി വീശിയിരിക്കുന്നത്. ജാതി സെൻസസ് അത് നടത്തിയാൽ പിന്നെ സംവരണവും അതനുസരിച്ച് നടത്തേണ്ടതായിട്ട് വരും. അവിടെ ബി.ജെ.പിയുടെ പ്രീണന നയം അല്ലെങ്കിൽ വിഭാഗീയത തിരിച്ചുള്ള നയം ഇത് നടപ്പിലാക്കാൻ സാധിക്കില്ല. ഒരർത്ഥത്തിൽ രേവന്ത് റെഡ്ഡി മോദിക്കിട്ട് മുറുക്കിയ ഒരു ഒന്നൊന്നര കുരുക്കാണ് ഇതെന്ന് പറയുന്നതാവും ശരി. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നിതീഷ് കുമാർ ചെയ്തതും ഇതേ ജാതി സെൻസസ് ആയിരുന്നു. അന്ന് നിതീഷ് കുമാറിനെ വിലയ്ക്ക് വാങ്ങാൻ ബി.ജെ.പിക്കായി എന്നുള്ളത് കൊണ്ട് തന്നെ തൽക്കാലം രക്ഷപ്പെട്ടു. എന്നാൽ ബി.ജെ.പിയുടെ തന്നെ പാളയത്തിൽ വളർന്ന സിംഹമാണ് ഈ പറയുന്ന രേവന്ത് റെഡ്ഡി. അതുകൊണ്ട് തന്നെ ആ ഒരു പാളയത്തിനകത്ത് എല്ലാ കളികളും അറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം പുറത്തു നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടി പൊരുതുന്നത്. സംവരണത്തിനുള്ളിൽ ഒരു സംവരണം രാജ്യത്ത് ആദ്യമായിട്ട് നടപ്പിലാക്കുന്ന സംസ്ഥാനമായി ഇനി ഇപ്പോൾ തെലങ്കാന മാറുകയാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിലെ 68 വിഭാഗങ്ങൾക്കാണ് സംവരണ പരിധി നിശ്ചയിച്ചുകൊണ്ട് സർക്കാർ ഗസറ്റ് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗങ്ങളെ പിന്നോക്കാവസ്ഥ അടിസ്ഥാനമാക്കി 3 ആക്കി തിരിച്ച് സംവരണം നടപ്പിലാക്കാനാണ് ഇപ്പോൾ അവിടെ തീരുമാനം. ഏറ്റവും പുതിയ ജാതി സെൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ തെലങ്കാന സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ ഒരു തീരുമാനം പ്രധാനമായിട്ടും ജാതി സെൻസസ് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ നടപ്പിലാക്കുന്നതിൻ്റെ ആദ്യ പടിയെന്നാണ് അവിടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഇപ്പോൾ വളരെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സംസ്ഥാനം ചരിത്രം സൃഷ്ടിക്കുന്നതിൽ തങ്ങൾക്ക് സന്തോഷമുണ്ടെന്നും അദ്ദേഹം ഇവിടെ പ്രതികരിക്കുകയാണ്. നേരെ സുപ്രീം കോടതിയുടെ 7 അംഗ ഭരണഘടനാ ബെഞ്ച് സംവരണത്തിനുള്ളിൽ സംവരണം നടപ്പിലാക്കാൻ അനുമതി നൽകിയിരുന്നു. ആ ഒരു ഉത്തരവ് അതിനെ പിൻപറ്റിയാണ് ഇപ്പോൾ റെഡ്ഡിയുടെ ഈ ഒരു പുതിയ നീക്കം. അങ്ങനെ വരുമ്പോൾ ജോലികൾ, വിദ്യാഭ്യാസ മേഖല തുടങ്ങിയവയിലൊക്കെ തന്നെ ഈ ഒരു സംവരണം അവർക്ക് നടപ്പിലാക്കേണ്ടതായിട്ട് വരും. ഇതാണ് ബി.ജെ.പിയെ ശരിക്കും വീട്ടിലാക്കുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.